നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് പഠിച്ച് ഇന്ന് 71ാമത്തെ കറണ്ട് അഫയർ ആണ് ഫെബ്രുവരിയിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 71ാമത്തെ കറണ്ട് അഫയർ ചോദ്യമാണ്. 71ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ എവിടെയാണ് ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെ പേരെന്താണ്? ചബഹാർ തുറമുഖം. എന്താണ്? ചബഹാർ തുറമുഖം. അടുത്തത് 2026 ഫെബ്രുവരിയിലെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ അറബ് രാജ്യം. 2026 ഫെബ്രുവരിയിലെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ അറബ് രാഷ്ട്രം ഏതാണ്? UAE ആണ് കേട്ടോ. 2026 ഫെബ്രുവരിയിലാണ് ഇങ്ങനൊരു നിരോധനം അവർ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 73ാമത്തെ ചോദ്യമാണ്, നാവികസേനയ്ക്കായിട്ട് L&T ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന ആദ്യ കേഡറ്റ് പരിശീലന കപ്പൽ. നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് L&T ഷിപ്പ്യാർഡ് എവിടെയാണ്? L&T ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കേഡറ്റ് പരിശീലന കപ്പലിന്റെ പേരെന്താണ്? കൃഷ്ണ. എന്താണ്? INS കൃഷ്ണ എന്ന് പറയും. കൃഷ്ണയാണ് ആ കപ്പലിന്റെ പേര്. നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് L&T ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന ആദ്യ കേഡറ്റ് പരിശീലന കപ്പലാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് മീററ്റ് മെട്രോയാണ്. എവിടെയാണ്? മീററ്റ് ആണ്. അപ്പോൾ മീററ്റ് മെട്രോയാണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് എന്ന് പറയുന്നത്. അടുത്ത 75ാമത്തെ ചോദ്യം, നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം. നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. എവിടെയാണ്? ജപ്പാനിലാണ് നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചത്. അടുത്തത് 76ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് റിസർവ് ബാങ്ക് എത്ര രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്? ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയല്ലോ, അതിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് റിസർവ് ബാങ്ക് എത്ര രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്? 100 രൂപയുടെ കളർ കോയിനാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയത്. എന്തിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് RBI 100 രൂപയുടെ കളർ കോയിൻ പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകസഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകസഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ. അപ്പൊ അവിശ്വാസ പ്രമേയം നോട്ടീസ് ലഭിച്ച 4ാമത്തെ ലോകസഭാ സ്പീക്കർ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ 4ാമത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. അപ്പൊ ആദ്യത്തെ ആരാന്ന് നോക്കാം. ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കർ ആയിരുന്നു. രണ്ടാമത്തേത് സർദാർ ഹുക്കാം സിംഗ്. മൂന്നാമത്തേത് ബൽറാം ജാക്കർ. അപ്പോൾ ഈ 2, 3 ഒന്നും ഓർത്തില്ലെങ്കിലും ആദ്യത്തെ ഒന്ന് ഓർത്തു വെച്ചോ, GV മാവലങ്കർ 4ാമത്തെ സ്പീക്കറാണ്. അതായത് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ ലോകസഭാ സ്പീക്കറാണ് ആര്? ഓം ബിർള അല്ലേ. അടുത്തത് 78ാമത്തെ ചോദ്യമാണ്, വനിതകളുടെ ഇൻഡോർ ഷോട്ട് പുട്ടിൽ 16 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം. വനിതകളുടെ ഇൻഡോർ ഷോട്ട് പുട്ടില് 16 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരമാണ് ആരാണ്? കൃഷ്ണ ജയശങ്കർ മേനോൻ. ആരാണ്? കൃഷ്ണ ജയശങ്കർ മേനോൻ ആണ് വനിതകളുടെ ഇൻഡോർ ഷോട്ട് പുട്ടില് 16 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം. അടുത്തത്, അഴിമതി കേസുകളിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി. അപ്പോൾ അഴിമതി കേസുകളിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന. ആരാണ്? ഷെയ്ഖ് ഹസീനയാണ് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി. എന്തായിരുന്നു അവർക്കെതിരെയുള്ള ആരോപണം? അഴിമതി കേസുകളായിരുന്നു. അഴിമതി കേസുകളിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു 10 വർഷത്തെ കഠിന തടവ് ലഭിച്ചത്. നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആയ UPI ആപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആയ UPI ആപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? അത് മലേഷ്യയിലാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആയ UPI ആപ്പ്
ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 80 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ആദ്യത്തെ ചോദ്യം നമ്മൾ ഇന്നലെ പഠിച്ച ചോദ്യമാണ്. ഇന്നലെ പഠിച്ച കറണ്ട് അഫെയറിൽ നിന്നാണ് ആദ്യത്തെ ഒരു 2-3 ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്കത് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച 2 സസ്യ വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. ലിഡ്സിയ മീശപ്പുലിമലയാന, ലിഡ്സിയ ഇടുക്കിയാന. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരിയിലെ ഔദ്യോഗികമായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറും ആരായിരുന്നു? ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെപിത സേത്ത്. അടുത്തത് 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതും ഏതാണ്? 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യ ഏതാണ്? നമ്മുടെ ഇന്ത്യ ആയിരുന്നു അല്ലേ. റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു. ഇന്ത്യയുടെ എത്രാമത്തെ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എത്രാമത്തെ അണ്ടർ-19 ലോകകപ്പ് കിരീടമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നലത്തെ നിന്ന് എടുത്തത്. അപ്പം നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട ആദ്യത്തെ സ്പീക്കർ. ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട ആദ്യത്തെ സ്പീക്കർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4ാമത്തെ സ്പീക്കർ അല്ല. ആദ്യത്തെ സ്പീക്കർ ആരാണ്? ഉത്തരം GV മാവലങ്കർ ആണ്. 4ാമത്തെ സ്പീക്കർ ആരാണ്? അതാണ് ഓം ബിർള അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് 2026 ഫെബ്രുവരിയിൽ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ അറബ് രാജ്യം. 2026 ഫെബ്രുവരിയിൽ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ അറബ് രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, UAE. അടുത്ത ചോദ്യം, L&T ഷിപ്പ്യാർഡിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ കേഡറ്റ് പരിശീലന കപ്പലിന്റെ പേരെന്താണ്? L&T ഷിപ്പ്യാർഡിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ കേഡറ്റ് പരിശീലന കപ്പലിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, INS കൃഷ്ണ. അടുത്ത ചോദ്യം, നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോ ആണല്ലേ. ഓപ്ഷൻ സി ആണ്, മീററ്റ് മെട്രോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ ആരംഭിച്ചതിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഇന്ത്യൻ റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ അഥവാ വൈദ്യുതീകരണം ആരംഭിച്ചതിന്റെ 100ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 100 രൂപയുടെ നാണയമാണ്. എത്ര രൂപയുടെയാണ്? 100 രൂപയുടെ നാണയമാണ് RBI പുറത്തിറക്കിയത്. അടുത്തത്, വനിതകളുടെ ഇൻഡോർ ഷോട്ട് പുട്ടിൽ 16 മീറ്റർ ദൂരം പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? വനിതകളുടെ ഇൻഡോർ ഷോട്ട് പുട്ടിൽ 16 മീറ്റർ ദൂരം പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, കൃഷ്ണ ജയശങ്കർ മേനോൻ. അടുത്ത ചോദ്യം, അഴിമതി കേസുകളിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി. അഴിമതി കേസുകളിലെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷെയ്ഖ് ഹസീന. എന്താണ്? ഷെയ്ഖ് ഹസീനയാണ് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ആപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ആപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മലേഷ്യ. ഏതാണ്? മലേഷ്യയാണ് അല്ലേ. അടുത്ത ചോദ്യം നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തന്ത്രപ്രധാനമായ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തന്ത്രപ്രധാനമായ തുറമുഖം ഏതാണ്? ചബാഹർ തുറമുഖം. എന്താണ്? ചബാഹർ തുറമുഖം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത 10 കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും നാളെ കാണാം. താങ്ക് യു.